നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ദൃശ്യം ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ദേളിയിലാണ്. ഇപ്പോൾ ഈ വേസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ട്, ഇത് പ്ലാസ്റ്റിക്കാണ്. അതായത് കുടുംബശ്രീക്കാർ വീടാന്തരം പോയി എടുക്കുന്ന പ്ലാസ്റ്റിക്കാണ്. പക്ഷെ ഇവരിവിടെ കൂട്ടിയിട്ട് ഒരു 10-20 ദിവസമായി. ഇതൊക്കെ പട്ടിയൊക്കെ കടിച്ചു വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളയുന്നുണ്ട്. കണ്ടില്ലേ? എല്ലാ വീട്ടിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ട്. 50-100 രൂപ വാങ്ങിയിട്ട് പിന്നെ ഈ സാധനങ്ങൾ ഇങ്ങനെയുള്ള പല സ്ഥലത്തും ടബ് ചെയ്ത് വെക്കും. അങ്ങനെ അവർക്ക് തോന്നുമ്പോൾ ടമ്പ് എടുത്ത് വണ്ടി വന്ന് ഇതിനെ കയറ്റി കൊണ്ടുപോകും. അപ്പോഴേക്കും നായി കടിച്ച് പല സ്ഥലത്തും ഇത് എതിരിക്കെടുക്കും. അപ്പം ഇതിനെ ഒരു ചിട്ടയിലൂടെ എടുക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഗവൺമെന്റ് ഈ കുടുംബശ്രീക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ഒന്നും നടക്കാത്ത വിധമാണ്. നമ്മൾ കുടുംബശ്രീയെ കുറ്റപ്പെടുത്തുകയല്ല. ഇതുപോലെ തന്നെ കുടുംബശ്രീക്ക് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറെ ക്യാൻറ്റീനും കാര്യങ്ങളും ഗവൺമെന്റ് ക്യാൻറ്റീനൊക്കെ അതൊക്കെ പുരുഷന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലവണ്ണം കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പം അത് ചിലതൊക്കെ കുടുംബശ്രീക്ക് കൊടുത്ത് അതൊക്കെ പൂട്ടിപ്പോയി. അതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ചില തൊഴിലുറപ്പിന്റെ ആൾക്കാരുണ്ട്. അവർക്ക് കുറെ ശമ്പളം സർക്കാരിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അവർ തൊഴിലുറപ്പ് എവിടെയാണ് ചെയ്യുന്നത്? മൊത്തം ചെയ്യുന്നത് വലിയ വലിയ പൈസക്കാരുടെ വീട്ടിലാണ്. സാധാരണക്കാരന്റെ വീട്ടിൽ പോവുകയോ അവിടെ ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. വലിയ വലിയ മൾട്ടി പണമുള്ളവരെടുത്ത് ഇവരെ യൂസ് ചെയ്തിട്ട് അവർ ലാഭം ഉണ്ടാക്കുക അല്ലാതെ വേറൊരു വഴിയില്ല. അതുപോലെ തന്നെ സർക്കാർ കുറെ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാനുള്ള ഇരുമ്പിന്റെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റ് ഇടാനുള്ള സൗകര്യമുണ്ട്. അതൊന്നും ആരും ഇടുന്നില്ല. കൊല്ലക്കണക്കിനായി പൂട്ടിക്കിടക്കുകയാണ്. ഇട്ടാൽ തന്നെ അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നില്ല. ഇതിന്റെ ലാഭമായിരിക്കാന്ന് വെച്ചാൽ ഇതിനെ കൊട്ടേഷൻ വിളിച്ചിട്ട് എടുക്കുന്നവർക്കും ഇതിന് സർക്കാർ പിന്നെ പാർട്ടിക്കും അതുപോലെ തന്നെ MLA-ക്കും MP-ക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഇതിലൊക്കെ ലാഭം കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ജനങ്ങളെ പൈസ വാങ്ങിയിട്ട് വേസ്റ്റാക്കി കളയുന്നുണ്ട് സർക്കാർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് ഇന്നൊരു നടപടി ഉണ്ടാവണം. ഇതുപോലെ ഒരു സ്ഥലത്തല്ല 100 സ്ഥലങ്ങളിൽ ഇത് കൊന്നുകൂടി കിടക്കുകയാണ്. ഓക്കെ, ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം. കണ്ടില്ലേ കൂമ്പാരം? കണ്ടില്ലേ? എത്ര 10-20 ദിവസം ഇത് വീട്ടിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്തിട്ട് അവിടുന്ന് പൈസയും വാങ്ങിയിട്ട് കുടുംബശ്രീക്കാർ ഈ റോഡ് അരികിൽ ഇട്ട് പോകും. ഇവിടെ നിന്നാണ് പട്ടിയും മറ്റൊക്കെ കടിച്ചു വലിച്ച് റോഡ് നാശാക്കി കളയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഏർപ്പാട് എന്തിനാണെന്ന് ഇതിനൊരു മറുപടി തന്നേ പറ്റും. സർക്കാർ വേറൊരു മണ്ടത്തരം കൂടി ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതുപോലത്തെ കുറെ സാധനങ്ങൾ പല സ്ഥലത്തും കൊണ്ടുവച്ചിട്ടുണ്ട്. കാലങ്ങളോളം വർഷങ്ങളോളം ആയിട്ട് ഇത് വേസ്റ്റ് ആരും ഇടാറുമില്ല, ഇത് എടുക്കാറുമില്ല. എത്രയോ കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ ചെലവാക്കിയത്, ജനങ്ങളെ പൈസ എടുത്തിട്ട്. ഇതിലുണ്ടായ ലാഭമായിരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മന്ത്രിമാർക്ക്, പാർട്ടിക്ക്, MLA-മാർക്ക്, കൌൺസിലർമാർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, അതുപോലത്തെ ഓഫീസർമാർക്കാണ് ഇതിലുണ്ടായ ലാഭം. അത് ഇവർ വീതിച്ചെടുത്ത് ചെറിയ പൈസയിൽ ഇതിവിടെ സ്ഥാപിക്കുകയും വലിയൊരു കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ ചെറിയൊരു ഭരണി മോഡലുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജനങ്ങളെ പൈസ എടുത്ത് അനാവശ്യം കളയുന്ന സർക്കാരിന്റെ ന്യായങ്ങൾ. ചെമ്മനാട് പഞ്ചായത്തിന്റെ ഒരു ചെറിയ ഭാഗത്താണ് ഇത്രയും വേസ്റ്റ് കൂടിക്കിടക്കുന്നത്. അത് ഫുള്ളായിട്ട് സഞ്ചരിച്ചിട്ടില്ല. ഫുള്ളായിട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്കൊരു മെഗാ സീരിയൽ പോലെ ഞാൻ ഇട്ട് തരേണ്ടി വരും. അപ്പൊ ഈ കുടുംബശ്രീ ചെയ്യുന്ന ദ്രോഹമാണിത്. ഓക്കെ.